Dear students, welcome back. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഫങ്ഷൻസ് എന്തിനാണ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്, ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോഴുള്ള ചേഞ്ചസ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? There are many advantages of using functions. The first one, the reduce duplication of code in a program. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ, പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് കോഡുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം സെയിം കാര്യങ്ങൾ തന്നെ ഡിഫറെൻറ്റ് നമ്പേഴ്സിനകത്ത് നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരുമ്പം വീണ്ടും വീണ്ടും ആ കോഡ് എഴുതുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി? ആഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പം അതന്നെയാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ഒരേപോലുള്ള കോഡുകൾ, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ. ദെൻ സെക്കൻഡ്, ദേ ബ്രേക്ക് ദ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻ ടു സ്മോൾ പാർട്സ്. ഇപ്പം നമുക്കൊരു NCRന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിനകത്ത് ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്തു, ഫാക്ടോറിയൽസ് കാണാനുള്ള മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഫാക്ടോറിയലിൻ്റെ മൊഡ്യൂളിനെ നമ്മൾ NCR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അതല്ലാതെ എല്ലാം കൂടി, അതായത് ഓരോ നമ്പർ വാല്യൂവിൻ്റെയും ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പം അതാണ് ഇവിടെ പറയുന്നത് ലാർജ് കോംപ്ലക്സ് പ്രോബ്ലംസ്. അതായത് നമ്മൾ ഇപ്പം നമ്മുടെ ലാബിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനുള്ളതെല്ലാം ജസ്റ്റ് സാമ്പിൾ പ്രോഗ്രാംസ് ആണ്, സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ പൈത്തണിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇതില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലത്തിനെ തന്നെ ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, they help in improving the clarity of code, that is make the code easy to understand. ഇവിടെ ക്ലാരിറ്റി ഓഫ് കോഡ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ NCR എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ഓർത്ത് നോക്കും, വെറുതെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളവിടെ ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും NCR എന്ന് പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഫാക്ടോറിയൽ ഓഫ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആ ഫാക്ടോറിയൽ ആണെന്നുള്ളത് അല്ലേ. അപ്പം അതേപോലെ നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി ക്ലിയർ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം, കുറച്ചുകൂടി നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എ പീസ് ഓഫ് കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ആസ് മെനി ടൈംസ് ആസ് വി വാണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫങ്ഷനകത്തുള്ള കോഡ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനെ നമുക്ക് മൊഡ്യൂൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും അതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മളിപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, mainly functions can be classified into two. അതായത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡ് വൺ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ദ ഫങ്ഷൻസ് already defined in the Python programming language. We can directly call them to perform a specific task. അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൈത്തൺ ഇൻ്റർപ്രറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് മൊഡ്യൂൾസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫയൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യാം നമുക്ക് ഫങ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക്. ഓക്കെ, അപ്പോൾ പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുവിധം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുവിധത്തിൽ ആവശ്യമുള്ള ഒരുവിധം എല്ലാ ടാസ്കിനും എന്തുണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പകരം എന്തുണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then next, user defined functions. User defined function is a programmed routine that has its parameters set by the user of the system. അപ്പം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസിന്, അതായത് നമുക്കിപ്പോൾ കോളേജിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ BCA ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ അവരുടെ അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സിൽ നമുക്ക്
എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട്, അതായത് PTA മീറ്റിങ്ങിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് അയക്കണമെന്ന് വെച്ചിരിക്കുക. അപ്പം ഓരോരോ സ്റ്റുഡൻറ്റിന് വേണ്ടി അത് അയക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ യൂസറിനും അവരുടേതായിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പൈത്തൺ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പൈത്തണിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, built-in functions provides a collection of standard code stored in libraries called modules. അപ്പം built-in functions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോഡ്. അത് മൊഡ്യൂൾസ് ആയിട്ട് ലൈബ്രറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓരോ മൊഡ്യൂൾസിനും ആ ഒരു ലൈബ്രറിക്കും നമ്മൾ ഓരോരോ നെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മാത്തമാറ്റിക്കൽ ലൈബ്രറി ആണെങ്കിൽ മാത്ത് എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമുക്ക് വേണ്ടതെങ്കിൽ SQRT എന്ന് യൂസ് ചെയ്യും. എക്സ്പൊണൻസിയേഷൻ കാണാനാണ് EXP എന്ന് യൂസ് ചെയ്യും. പവറിനാണ് POW യൂസ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ മൊഡ്യൂൾസ് എല്ലാം കൂടി ഒരു പെർട്ടിക്കുലർ ലൈബ്രറി ഫംഗ്ഷൻ, അതായത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസിനുള്ള മൊഡ്യൂൾസ് എല്ലാം കൂടി മാത്ത് എന്ന് പറയുന്ന ലൈബ്രറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, programmers can use part of this library code within their own code to build sophisticated programs. These functions include print input, EVAL, int, float, range and type, etc. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ ഫങ്ഷൻസ് ഇല്ലേ, ആ ഫങ്ഷൻസ് എല്ലാം എന്തിനകത്തുള്ളത് എന്താണ്? ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഓക്കെ, the Python standard library includes many other functions useful for common programming task. അതായത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള കുറേ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പൈത്തൺ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്: നെയിം, പാരാമീറ്റർ ആൻഡ് ദ റിസൾട്ട് ടൈപ്പ്. റിസൾട്ട് ടൈപ്പിന് നമ്മൾ സിയിലെല്ലാം പഠിച്ചിരുന്നത് റിട്ടേൺ ടൈപ്പ് എന്നാണ്. സെയിം ആണ് റിസൾട്ട് ടൈപ്പും റിട്ടേൺ ടൈപ്പും പറയും. നെയിം എന്ന് പറയുന്നത് പൈത്തണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് വേരിയബിൾസിന് ഒക്കെ നമ്മൾ കൊടുക്കുന്ന നെയിം, ആ ഒരു സെയിം എന്തിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഫങ്ഷൻ നെയിം എന്ന് പറയുമ്പോഴും, അതായത് ഐഡൻറ്റിഫൈഡ് നെയിംസിനുള്ള റൂൾസ് തന്നെയാണ് എന്തിനകത്ത് ഉപയോഗിക്കുന്ന ഫങ്ഷൻ നെയിംസിനകത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പാരാമീറ്റർ. അതായത് നമുക്കൊരു ഇപ്പം എക്സാമ്പിൾ ആട്ടെ, സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ SQRT ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ ഒരു വാല്യൂ 15 എന്നോ 16 എന്നോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന, അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഏത് ഡാറ്റയിലാണോ ചെയ്യേണ്ടത് ആ ഡാറ്റയെ ആണ് ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫങ്ഷൻസിനും പാരാമീറ്റേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പാരാമീറ്റേഴ്സ് ഇല്ലാത്ത ഫങ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, a function must be called with a certain number of parameters and each parameter must be the correct type. അപ്പോൾ നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ ആണ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടതിൽ നമ്മൾ ഫ്ലോട്ട് വാല്യൂയോ അല്ലെങ്കിൽ കറക്റ്റ് ടൈപ്പ് വാല്യൂയോ പാസ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ടൈപ്പിലുള്ള വാല്യൂസ് തന്നെ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യണം. നെക്സ്റ്റ് റിസൾട്ട് ടൈപ്പ്. റിസൾട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പൊസിഷനിൽ നമുക്ക് തരുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? റിസൾട്ട് ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ നെയിം ഉപയോഗിച്ചിട്ടാണ്, നെയിം വിത്ത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച ഫംഗ്ഷനെ കോൾ ചെയ്യുക. ദെൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂള് എക്സിക്യൂട്ട് ചെയ്യും. ആ മൊഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെയാണ് എന്ത് പറയുന്നത്? അത് ഏത് ടൈപ്പിലുള്ളതാണ്, അതാണ് റിസൾട്ട് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ ടു ഇറ്റ്സ് കോളർ. Generally, a function will compute a result and returns the value of the result to the client. The client's use of this result must be compatible with the function specified result type. അപ്പോൾ നമ്മൾ റിസൾട്ട് ടൈപ്പ് നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തിലേക്ക് ആയിരിക്കണം? ഓരോ ഫംഗ്ഷനും ഏത് ടൈപ്പാണോ റിട്ടേൺ ചെയ്യുന്നത് അതേ ടൈപ്പിലുള്ള വേരിയബിളിന് അകത്തേക്ക് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്.
അതായത് മാത്തമാറ്റിക്കൽ ലൈബ്രറി ഫങ്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. The Python some of the most popular mathematical functions are defined in math module. This includes trigonometric functions, representation functions, logarithmic function, angle conversion functions, etc. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ് മാത്ത് എന്നുള്ള മൊഡ്യൂള്. ദെൻ ആ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ടാവും, കൺവേർഷൻ ഫങ്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലോഗരിതമിക് ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഫങ്ഷൻസും എന്തിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? മാത്ത് മൊഡ്യൂളിനകത്താണ് സ്റ്റോർ ചെയ്തത്. ദെൻ ഈ മാത്ത് മൊഡ്യൂളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് എല്ലാം ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പിലുള്ള വാല്യൂസിനകത്താണ് എന്ത് ചെയ്യുന്ന ഓപ്പറേഷൻസ് നടത്തുന്നത്. എന്തിലില്ല? കോംപ്ലക്സ് ടൈപ്പിലില്ല. അപ്പൊ നമുക്കൊരു കോംപ്ലക്സ് ടൈപ്പിലുള്ള വാല്യൂവിലാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സി മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. മാത്തിന് പകരം എന്ത് ഉപയോഗിക്കണം? സി മാത്ത് എന്നുള്ള മൊഡ്യൂൾ യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് മാത്രമല്ല, അതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തുകൂടി സ്റ്റോർ ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റൻസ് കൂടി സ്റ്റോർ ചെയ്തില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസ്റ്റൻസ് ആണ് പൈ ആൻഡ് ഇ. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെൽ നോൺ മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ സർക്കംഫറൻസസ് ടു ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 3.14159. അതായത് ഒരു 15 പൊസിഷനിലുള്ള വാല്യൂ വെച്ചിട്ടാണ് എന്ത് കാണിക്കുന്നത്? പൈയുടെ വാല്യൂ റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പൈയുടെ വാല്യൂ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇമ്പോർട്ട് മാത്ത്, ദെൻ മാത്ത് ഡോട്ട് പൈ. മാത്ത് ഡോട്ട് പൈ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ അനദർ വെൽ നോൺ മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ഈസ് ഇ. ഇ എന്ന് പറയുന്ന യൂളേഴ്സ് നമ്പർ ആണ്. ഇറ്റ് ഈസ് ബേസ് ഓഫ് ദ നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് വാല്യൂ ആണ്. ആ വാല്യൂ നമുക്ക് കിട്ടണേ നമ്മൾ ഉപയോഗിക്കുന്ന മാത്ത് ഡോട്ട് ഇ എന്നാണ്. ഓക്കെ. അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ഇമ്പോർട്ട് മാത്ത് ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ്, അതായത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, കോമൺലി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫംഗ്ഷനാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യാം. ദിസ് ഫംഗ്ഷൻ ടേക്സ് എൻ ഇൻറ്റീജർ ആസ് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺസ് ദ ഫംഗ്ഷൻ ഫാക്ടോറിയൽ ഓഫ് ദ നമ്പർ. ഇറ്റ് ഡിസ്പ്ലേസ് എൻ എറർ ഇഫ് ദ ആർഗ്യുമെന്റ് ഈസ് നോട്ട് എൻ ഇൻറ്റീജർ. അപ്പം ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂസിലാണ്. അപ്പൊ ഇൻറ്റീജർ അല്ലാത്ത നമ്പേഴ്സ് നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ മെസ്സേജ് കാണിക്കും. ഓക്കെ. അപ്പം മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഫ്രം മാത്ത് ഫാക്ടോറിയൽ മോഡ്യൂൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിച്ചല്ലോ. ദെൻ നെക്സ്റ്റ് ലോഗ് ഫംഗ്ഷൻ. ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് logarithm value calculate ചെയ്യാൻ വേണ്ടി. This function takes 2 numbers as an argument and return the logarithmic value of a with the base b. Logarithmic value a log value calculate ചെയ്യണം with the base 3 ആയിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, math dot log 2,3. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന log 2 to the base 3 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലോഗ് 2a. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതിൽ ലോഗ് a, b ആണ് പറഞ്ഞത്. ഇവിടെ ബേസ് കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ലോഗ് 2a എന്ന് പറയുന്ന ഡിഫോൾട്ട് ബേസ് 2 ആയിരിക്കും. ഓക്കെ. ദെൻ ലോഗ് 2a എന്ന് പറയുന്ന പോലെ ലോഗ് 10 ഉണ്ട്. ലോഗ് 10a എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ. ദെൻ പവർ ഫംഗ്ഷൻ. പവർ a, b എന്ന് പറയുമ്പോൾ a raised to the power b, അതായത് a raised 3 raised to 2. അപ്പൊ നമ്മൾ സ്റ്റാർ എന്നുള്ള ഡബിൾ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ദെൻ പവർ a, b, c. This function takes 3 numbers as argument and returns a raised to the power of b modulus c. അതായത് a to the power എന്താണ് 2,5 എന്ന് കൊടുക്കുമ്പോൾ 2 raised to 5ന്റെ മോഡുലസ് വാല്യൂ എന്താണോ നോക്കൂ. 2/5ന്റെ മോഡുലസ് വാല്യൂ അത് raised to 7 ആണ് ചെയ്യുന്നത്. ഓക്കെ.
Next is ceil and floor functions in Python. This function takes a number as an argument and returns the smallest integer number greater than the number. If the number already as an integer, it returns the same number as. Okay, ceil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് 7.54 ആണ് കൊടുത്തതെങ്കിൽ അതിന്റെ തൊട്ട് മേലെ അതായത് ഹയസ്റ്റ് വാല്യൂ ഏതാണോ ആ വാല്യൂയിലേക്ക് സീൽ ചെയ്യും. അപ്പോൾ 7.54 എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് ഹയസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8ലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ സീൽ നമ്മൾ റിയൽ നമ്പർ അല്ലാതെ ഇൻറ്റീജർ വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അത് സെയിം നമ്പർ തന്നെ, അതിപ്പോൾ ഇവിടെ 5 എന്ന് കൊടുത്തുകൊണ്ട് 5 തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഫ്ലോർ. ഫ്ലോർ എന്ന് പറയുന്നത് സീലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതാണോ അതിനോട് തൊട്ട് താഴേക്ക് വരുന്ന വാല്യൂ, ഇൻറ്റീജർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 5.34 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 5 എന്നാണ്. ദെൻ മാത്ത് ഫ്ലോർ 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 7 തന്നെ റിട്ടേൺ ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ GCD ഫംഗ്ഷൻ ഇൻ പൈത്തൺ. GCD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് A and B. A and B എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണെന്നുള്ളത് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ 515 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 5 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോപ്പി സൈൻ ഫംഗ്ഷൻ. കോപ്പി സൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിന്റെ അതായത് ദിസ് ഫംഗ്ഷൻ ടേക്സ് 2 നമ്പർ ആസ് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺസ് ദ നമ്പർ വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് സൈൻ ഓഫ് ബി. എയുടെ മാഗ്നിറ്റ്യൂഡും ബി എന്ന് പറയുന്ന നമ്പറിന്റെ സൈൻ എന്താണോ ആ സൈനുമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് നമ്പറിന്റെ സൈൻ ഫസ്റ്റ് നമ്പറിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പി സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കോപ്പി സൈൻ 3, -5 എന്ന് കൊടുക്കുമ്പോൾ ആൻസർ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് -3 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ EXP. EXP ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് this function takes a number as argument and returns the value of e raised to the a power of a. എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 4 എന്നുള്ള വാല്യൂ, e എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന്റെ എക്സ്പൊണന്റ് value. The function takes the number as argument and returns the value of e raised to the power of a. അതായത് e raised to the power of a വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ് എന്താണോ അതിന്റെ സ്ക്വയർ റൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ 4 എന്നാണ് കൊടുത്തെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 എന്നായിരിക്കും. നെക്സ്റ്റ് ട്രിഗ്നോമെട്രിക് ആൻഡ് ആംഗുലർ കൺവേർഷൻ ഫംഗ്ഷൻ. ട്രിഗ്നോമെട്രിക് ആൻഡ് ആംഗുലർ കൺവേർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈൻ, കോസ്, ടാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത സൈൻ എക്സ് എന്ന് പറയുന്നത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ റേഡിയൻ വാല്യൂ അതായത് റിട്ടേൺസ് ദ സൈൻ ഓഫ് എക്സ് ഇൻ റേഡിയൻസിൽ നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, then return the cosine of x in radians. ഇപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ കോസ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ആ കോസ് വാല്യൂ റിട്ടേൺ ചെയ്യും. അതുപോലെ ടാൻ വാല്യൂസ്. ദെൻ അസൈൻ. അസൈൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് സൈൻ ആണ്. അതുപോലെ എ കോസും എ ടാൻ ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്. ദെൻ ഡിഗ്രീസ് ഓഫ് എക്സ്. കൺവേർട്ട് ആംഗിൾ എക്സ് ഫ്രം റേഡിയൻ ടു ഡിഗ്രീസ്. എക്സ് എന്ന് പറയുന്നത് ആംഗിൾ, എക്സ് എന്ന് പറയുന്ന ആംഗിൾ റേഡിയനിലാണെങ്കിൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതിനുള്ള ഫങ്ഷൻസ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പം യൂസ് ചെയ്യുന്ന ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്ക്വയർ റൂട്ട്. അതായത് ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുക്കുന്നതിന് പകരം ഇപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് മാത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം മാത്തിലുള്ള സ്ക്വയർ റൂട്ടിനെ മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം.
ഇപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്തു, അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി SQRT എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചു. അപ്പോൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് SQRT എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, math.sqrt യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ പ്രിന്റ് സ്ക്വയർ റൂട്ട് വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. SQRT ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഇൻറ്റീജറിനല്ല, എന്താണ് ഫ്ലോട്ട് വാല്യൂ ആണ് ഇവിടെ പ്രോസസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് എക്സ്പ്രഷൻ ആയിട്ട് വേണമെങ്കിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കാം. അപ്പം SQRT യൂസ് ചെയ്തിട്ട് ഫങ്ഷൻസ് നമുക്ക് ചെയ്യാം. ദെൻ ഇതുവരെ പറഞ്ഞ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ.